കോങ്കോയിലെ തന്ത്രപ്രധാനമായ ഗോമ നഗരം കീഴടക്കി വിമത സഖ്യം. റുവാണ്ടയുടെ പിന്തുണയോടെയുള്ള ഈ വിമത മുന്നേറ്റം ആഫ്രിക്കയെ മറ്റൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയാണ് ഉയർത്തുന്നത്. 30 വർഷമായി കിഴക്കൻ കോങ്കോയെ സംഘർഷ ഭൂമിയാക്കുന്ന വംശീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ വിമത അട്ടിമറിയിൽ എത്തി നിൽക്കുന്നത്. 1994 റുവാണ്ടൻ വംശഹത്യയ്ക്ക് ശേഷം 30 വർഷത്തിലേറെയായി വംശീയ കലാപങ്ങളുടെ വിളനിലമാണ് കോങ്കോയുടെ കിഴക്കൻ അതിർത്തി. സ്വർണം, ടിൻ, കോൾട്ടൺ എന്നീ ധാതുക്കളാൽ സമ്പന്നമായ മേഖലയുടെ നിയന്ത്രണത്തിനായി 100-ലധികം സായുധ സംഘങ്ങൾ കോങ്കോ സൈന്യവുമായി നിരന്തര സംഘർഷത്തിലാണ്. ഈ സംഘർഷങ്ങളിലൊന്നാണ് തിങ്കളാഴ്ച ഗോമ നഗരം കീഴടക്കിയ M23 വിമതർ. 2 ദശലക്ഷം ജനസംഖ്യയുള്ള ഏറ്റവും വലിയ നഗരമാണ് ഗോമ. കോങ്കോയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്ന്. കോങ്കോയിലെ ന്യൂനപക്ഷ ടൂട്സികളുടെ സംരക്ഷണത്തിനെന്ന പേരിൽ രൂപം കൊണ്ട വിമത സേനയാണ് M23. 2012 രൂപീകരണത്തിന് പിന്നാലെ സംഘം ഗോമ കീഴടക്കിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ പിൻവാങ്ങാൻ നിർബന്ധിതരായി. തുടർന്ന് UN സേനാംഗങ്ങളെ ഉൾപ്പെടുത്തി മേഖലയിലെ കോങ്കോ സൈന്യത്തെ അഴിച്ചു പണിഞ്ഞിരുന്നു. ഇതോടനുബന്ധിച്ച് M23യെ നിരായുധീകരിക്കാൻ കരാറുണ്ടായി. M23 കോങ്കോ സൈന്യത്തിൽ ലയിക്കുകയും 2021 വീണ്ടും സായുധ നീക്കവുമായി തിരിച്ചെത്തുകയുമാണുണ്ടായത്. 2022 നോർത്ത് കിവുവിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കീഴടക്കിക്കൊണ്ട് വിമത മുന്നേറ്റം പൂർവാധികം ശക്തമായി. അങ്കോളയുടെ മധ്യസ്ഥതയിൽ റുവാണ്ടയും കോങ്കോയും കഴിഞ്ഞ വർഷം വെടിനിർത്തൽ കരാറിലെത്തിയെങ്കിലും അധികം വൈകാതെ കരാർ പരാജയപ്പെട്ടു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 3 ദശലക്ഷം പേരെ കിഴക്കൻ കോങ്കോയിൽ നിന്ന് കുടിയൊഴിപ്പിച്ച M23യുടെ മുന്നേറ്റത്തിന് അയൽ രാജ്യമായ റുവാണ്ടയുടെ പിന്തുണയുണ്ടെന്നാണ് കോങ്കോ സർക്കാരും US-ഉം ഫ്രാൻസും ഒപ്പം ഐക്യരാഷ്ട്ര സംഘടനയും ആരോപിക്കുന്നത്. 3000 മുതൽ 4000 വരെ സായുധരായ സൈനികർക്കൊപ്പം മിസൈലുകളും സ്നൈപ്പറുകളും ഉൾപ്പെടെ ആയുധ പിന്തുണയും റുവാണ്ട നൽകിയതാണ് UN കണക്കാക്കുന്നത്. എന്നാൽ റുവാണ്ട ഇത് നിഷേധിക്കുന്നു. കോങ്കോ സർക്കാരാണ് M23യുമായുള്ള സമവായ ശ്രമങ്ങൾ അട്ടിമറിച്ചതെന്നും റുവാണ്ടൻ വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത FDLR എന്ന ഹൂട്ടു തീവ്ര വംശീയ സംഘത്തെ കോങ്കോ പിന്തുണയ്ക്കുന്നുവെന്നുമാണ് റുവാണ്ടയുടെ ആരോപണം. ഈ പിന്തുണയിലൂടെ റുവാണ്ടൻ അതിർത്തിയിൽ കോങ്കോ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണിയെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും റുവാണ്ട പറയുന്നു. ഗോമ വിമതർ കീഴടക്കിയതോടെ റുവാണ്ടയ്ക്കും കോങ്കോയ്ക്കുമിടയിലെ അതിർത്തി തിങ്കളാഴ്ച അടച്ചു. വിമത മുന്നേറ്റത്തിൽ കോങ്കോ സേന തകർന്നതായാണ് റിപ്പോർട്ടുകൾ. ഗോമയിലെ കോങ്കോ സൈന്യം UN സമാധാന സേനയ്ക്ക് ആയുധങ്ങൾ കൈമാറി കീഴടങ്ങിയെന്ന് ഉറുഗ്വ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നഗരത്തിൽ ഇപ്പോഴും സൈനിക സാന്നിധ്യമുണ്ടെന്നാണ് കോങ്കോ സർക്കാർ പറയുന്നത്. ഇതിനിടെ വിമത നീക്കത്തിൽ UN സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതും സാഹചര്യം വഷളാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.